students, welcome to IGNO Pointers. So ഇന്നത്തെ IGNO Pointers പ്രോഗ്രാം ഡിക്കോഡ് സെഷനിൽ MBA പ്രോഗ്രാമിനെ കുറിച്ചാണ് ഡിക്കോഡ് ചെയ്യാൻ പോകുന്നത്. IGNO യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടനവധി MBA സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ഉണ്ട്. സോ ആ കോഴ്സസ് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പ്രോഗ്രാം സ്ട്രക്ചർ, ഓരോ സെമിസ്റ്ററിനുള്ള പേപ്പേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യവും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, in order to get more IGNO related updates, kindly subscribe to the channel and share with your IGNO friends. So IGNOയിലെ MBA കോഴ്സിൽ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അതിലെ പ്രധാനപ്പെട്ട 4 സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് MBA ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, MBA മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ MBA ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നിവയാണ്. ഇഗ്നോയിൽ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ കോഴ്സസും അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ പ്രോസ്പെക്ടസ് വെച്ച് നമ്മൾ പ്രധാനപ്പെട്ട 4 കോഴ്സസ്, അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ലേണേഴ്സ് ഈ 4 പർട്ടിക്കുലർ MBA കോഴ്സസാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 കോഴ്സസിനെ കുറിച്ച് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് AICTE, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ൻ്റെ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യുന്ന AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ ഈ കോഴ്സ് അവൈലബിൾ ആണ്. സോ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരിക്കുലം മെത്തഡോളജിയും അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും ആണ് IGNO പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ഫീസിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് IGNOയുടെ MBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് past a bachelor degree of minimum 3 years duration with at least 50% mark for general category, 45% in case of candidates belonging to reserved category എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും, അതായത് 50% മാർക്ക് ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്, അതേപോലെ തന്നെ 45% മാർക്സ് റിസർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് MBA കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം ഡ്യൂറേഷൻ 2 years ആണ്. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 വർഷത്തിൽ തന്നെ ഒരു റെഗുലർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിനെ പോലെ നിങ്ങൾക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 years ആണ്. ഇനി എന്തെങ്കിലും തക്കതായ റീസൺ കൊണ്ട് നിങ്ങൾക്ക് 4 yearsൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ IGNOയെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീസൺ വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഓരോ സെമസ്റ്റർ ഇയർ കഴിയുമ്പോൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യണം. അത് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്താലും ഇല്ലെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സെമസ്റ്റർ അഥവാ അടുത്ത ഇയറിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ എക്സാമിന് അപ്പിയർ ചെയ്താലും ഇല്ലെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂൺ ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ സെമസ്റ്റർ വൈസിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ജൂലൈ തുടങ്ങി ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ആവുന്ന ഒരു 6 മാസം കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ ഡിസംബർ ജനുവരി സമയത്ത് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന് അഡ്മിഷൻ എടുക്കണം. ഇനി ഇയർലി ബേസിസിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൂലൈയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ അടുത്ത വർഷം ജൂൺ ആകുമ്പോഴാണ് ഒരു വർഷം കംപ്ലീറ്റ് ആവുക. അപ്പോൾ ആ ഒരു മെയ് ജൂൺ ജൂലൈ പീരീഡിൽ ഓപ്പൺ ആവുന്ന രജിസ്ട്രേഷൻ വിൻഡോയിൽ അടുത്ത വർഷത്തേക്ക് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത സെമ്മിലേക്കോ അടുത്ത ഇയറിലേക്കോ പ്രൊമോട്ട് ചെയ്യപ്പെടാതെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വർഷം അഥവാ ഒരു സെമസ്റ്ററിൻ്റെ 6 മാസം കാലാവധി നഷ്ടമാവും. സോ നമ്മൾ ഒരു റെഗുലർ യൂണിവേഴ്സിറ്റിയിലല്ല, ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ so that we will also be providing updates regarding re-registration and other procedures. Okay, സോ ഇനി IGNOയിൽ നിങ്ങൾ MBA പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. അതേപോലെ തന്നെ പ്രോഗ്രാം സ്ട്രക്ചർ, അതായത് IGNOയിൽ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എത്ര ക്രെഡിറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഈ 2 വർഷത്തിനുള്ള എത്ര പേപ്പേഴ്സാണ് പഠിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ IGNOയിൽ നമ്മൾ MBA ചെയ്യുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും നമ്മൾ ഏതാനും കോഴ്സസ് പഠിക്കണം. അതിൽ ചില കോഴ്സസ് കോർ കോഴ്സസാണ്, അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ അത്രയും കോറായിട്ടുള്ള കുറേയധികം പേപ്പേഴ്സാണ് വരിക. പിന്നെ സ്പെഷ്യലൈസേഷൻ പേപ്പർ ഉണ്ട്, അത് നമുക്ക് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലുമാണ് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് വരിക. അതേപോലെ തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റ് വർക്ക് വരുന്നത് തേർഡ് സെമസ്റ്ററിലുമാണ്.
അപ്പോൾ ആ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്ന 2 കോഴ്സിന് തത്തുല്യമാണ് ഒരു പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത്. സോ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ സമീപിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രൊജക്റ്റ് വർക്ക്. എന്നിരുന്നാൽ പോലും നമുക്കത് ക്ലിയർ ആയിട്ട് അതിനുള്ള ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്, അതിനുള്ള ഹാൻഡ് ബുക്ക് അവൈലബിൾ ആണ്. സോ അത് വെച്ച് നമുക്ക് ആ ഒരു മെത്തഡോളജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രൊജക്റ്റ് വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇനി ഓരോ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇഗ്നോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 28 കോഴ്സസാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. അതിൽ 19 കോർ കോഴ്സസ് വരും. അതേപോലെ തന്നെ 8 കോഴ്സസ് ഫ്രം എനി വൺ ഓഫ് ദി ചൂസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഏരിയ വരും. അതേപോലെ തന്നെ 1 പ്രൊജക്റ്റ് കോഴ്സ് വരും. അപ്പോൾ സ്റ്റുഡൻസ് നീഡ് ടു സെലക്ട് 7 കോഴ്സസ് ഇൻ ഈച്ച് ഓഫ് ദി സെമസ്റ്റേഴ്സ് ഡ്യൂറിങ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഗൈഡ് ലൈൻ വായിച്ച് ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്നതിന് പകരം വി ക്യാൻ ജസ്റ്റ് ഗോ ടു ദി പ്രോഗ്രാം സ്ട്രക്ചർ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സ്പെഷ്യലൈസേഷനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നതും സെക്കൻഡ് സെമസ്റ്ററിലും വരുന്നതുമായ കോഴ്സസിൻ്റെ ലിസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ MMPC 001 തൊട്ട് MMPC 007 വരെ ഉള്ള കോഴ്സസ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള കോഴ്സസാണ്. അതിനുശേഷം സെമസ്റ്റർ 2ൽ നമുക്ക് ഇതേപോലെ MMPC 008 തൊട്ട് MMPC 0014 വരെയുള്ള കോഴ്സസ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതാണ് MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും പഠിക്കേണ്ട കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും പഠിക്കേണ്ട കോഴ്സസാണ്. അതേസമയം സെമസ്റ്റർ 3 അതേപോലെ തന്നെ സെമസ്റ്റർ 4ൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവിടെ നമ്മൾ 2 സെമസ്റ്ററിലും സെമസ്റ്റർ 3ലും 4ലും നമ്മൾ 7 കോഴ്സസ് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് സെമസ്റ്റർ 3 വരുമ്പോൾ MMPC 015ഉം 016ഉം പഠിക്കണം. ഒപ്പം MMPP 001 എന്ന് പറയുന്ന പ്രൊജക്റ്റ് കോഴ്സും ചെയ്യാനുണ്ട്. പിന്നെ അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെമസ്റ്റർ 4ൽ നമുക്ക് MMPC 017, MMPC 018, MMPC 019, MMPC 020 എന്നീ കോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യലൈസേഷനിൽ നിന്ന് നമ്മൾ ഏതാനും കോഴ്സസ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. സിമിലർലി നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുമ്പോഴും നമുക്ക് സെമസ്റ്റർ 1ലും സെമസ്റ്റർ 2ലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് MBA പോലെ തന്നെയുള്ള MMPC 001 തൊട്ട് 014 വരെയുള്ള കോഴ്സസ് പഠിക്കണം. ഒപ്പം സെമസ്റ്റർ 3ലും സെമസ്റ്റർ 4ലും നമുക്ക് ഏതാനും പേപ്പേഴ്സ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം താഴെ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷനിൽ നിന്ന് നമ്മൾ കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ആ ഒരു ഫോണ്ട് ഒറിജിനൽ പ്രോസ്പെക്ടസിൽ തന്നെ മാറിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് അതിലൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവ്. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫസ്റ്റ് കോഴ്സ് സ്പെഷ്യലൈസേഷൻ കോഴ്സിലെ ആ ഫസ്റ്റ് കോഴ്സിൻ്റെ ആ ഒരു ലൈന് ഒരു ചെറുതായിട്ടൊന്ന് അലൈൻമെൻറ്റ് മാറിയതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അത് ക്ലിയർ ആണ്, നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് സ്പെഷ്യലൈസേഷൻ കോഴ്സിൻ്റെ ലിസ്റ്റ്. എഗെയിൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വരുമ്പോഴും MMPC 001 തൊട്ട് ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് സെക്കൻഡ് സെമസ്റ്റർ MMPC 014 വരെ 14 കോഴ്സസ് നമ്മൾ പഠിക്കണം. ഈ കോഴ്സസ് എല്ലാ സ്പെഷ്യലൈസേഷനും സിമിലറാണ്. അതിനുശേഷം തേർഡ് സെമസ്റ്റർ വരുമ്പോൾ വീണ്ടും കുറച്ച് കോഴ്സസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കോഴ്സസും അവൈലബിൾ ആണ് താഴെ, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എഗെയിൻ സെമസ്റ്റർ 4 വരുമ്പോഴും കൃത്യമായിട്ട് 3 കോഴ്സസ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പെഷ്യലൈസേഷൻ കോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ MMPC 001 തൊട്ട് 0014 വരെയുള്ള കോഴ്സസ് സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ സെമസ്റ്റർ 3ലും 4ലും ഇതേപോലെ കോഴ്സസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഇഗ്നോ MBA പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ MBA പ്രോഗ്രാംസിലും MMPC 001 തൊട്ട് 0014 വരെയുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് സിമിലർ കോഴ്സസ് ആണ്. ആദ്യത്തെ 14 കോഴ്സ് ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്ററിലെയും 7 കോഴ്സ്, അതായത് ആ 2 സെമസ്റ്ററിലുള്ള 7 വീതം കോഴ്സസ് 14 കോഴ്സസ് സെയിം ആണ്. അതിനുശേഷം തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും വന്നു കഴിയുമ്പോൾ നമുക്കവിടെ നമ്മൾ ഏതാണോ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏരിയ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതിൽ തന്നെ ഓരോ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പേപ്പറും ഉണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തന്നതിൽ നിന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസും ഉണ്ട്. സോ ഇതാണ് ഇൻ ജനറൽ ഇഗ്നോ MBA ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള പേപ്പേഴ്സ് ആണ് MMPC 001 തൊട്ട് 0014 വരെയുള്ള പേപ്പേഴ്സ്.
സോ ഇത്രയും കാര്യമാണ് ഇഗ്നോ MBA ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ഫർദർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇൻ 24 hours അല്ലെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ വി വിൽ ട്രൈ ടു റിപ്ലൈ ഓൾ യുവർ ക്വയറീസ്. ഓൾസോ യു ക്യാൻ വാട്സ്ആപ്പ് ആസ് at 95 62 63 64 69. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ ഒരു ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ അയച്ചു കഴിഞ്ഞാലും നമ്മൾ റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രൊജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഇഗ്നോയുടെ ഒരു അഡ്മിഷൻ തൊട്ട് സർട്ടിഫിക്കേഷൻ, ഫൈനൽ ഡിഗ്രി, കോൺവെക്കേഷൻ വരെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത്, എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ എക്സാം ഫോം ഫിൽ ചെയ്യാം, ഒരു പ്രൊജക്റ്റ് വർക്ക് എങ്ങനെ ചെയ്യാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഡിഫറെൻറ്റ് വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് ചെക്ക് ദാറ്റ് ആസ് വെൽ. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. Please also share this channel to your IGNOU friends so that we can reach maximum number of learners. So have a happy learning journey and please subscribe and stay tuned for more updates. Thank you.